ക്ലൈവേട്ടൻ മുമ്പേ പറഞ്ഞ പോലെ ഏകദേശം ഒരു 20% നമ്മുടെ ടോളിന് പോകുന്നു. ഡ്രൈവറിന്റെ ശമ്പളം, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡീസൽ, പിന്നെ അല്ലറയില്ലറ ചെലവുകൾ, ടയർ, ഇൻഷുറൻസ്, അതൊക്കെ കൂടെ നോക്കിക്കഴിഞ്ഞാണല്ലോ സത്യം പറഞ്ഞാൽ ഒന്നും കാണത്തില്ല. പിന്നെ ഇത് നേരത്തെ വിഷ്ണു പറഞ്ഞില്ല, ഇതൊരു പാഷനാണ്, നമുക്ക് വണ്ടിയോടുള്ളൊരു പാഷൻ. ചിലർ എന്നെ വിളിച്ചേക്കും, വിഷ്ണുഭായി നമുക്ക് ഞാനൊരു ലോറി എടുക്കാൻ പോവാണ്, അപ്പോൾ ഞങ്ങൾ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ ദുബായിലാണ്, എനിക്കിപ്പോൾ ഒരു 1,00,000 രൂപ സാലറി ഒക്കെ ഉണ്ട്. ഞാൻ സുഖമായിട്ടാണോ ഉറങ്ങുന്നത്? അതെ, സത്യം അല്ലേ? ഞാൻ നമ്മൾ ഈ ലോറിക്ക് പക്ഷെ വിഷ്ണു നമ്മളിത് പറയുമ്പോൾ ചിലർ വിചാരിക്കും നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഞാനപ്പോൾ ആദ്യമേ അത് പറഞ്ഞു, ഞാൻ നിരുത്സാഹപ്പെടുത്തുമല്ല, എനിക്ക് പുറക്കില്ല. അതന്നെ സത്യം. അതല്ല, ഞാൻ സിമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിലേ, അതായത് ഈ രാത്രി നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഞെട്ടിയാ ഫോൺ എടുക്കുന്നത്. അതെ 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 സത്യം. എന്ത് വള്ളിയാന്നോർത്ത് ഞെട്ടി ഫോൺ എടുക്കുന്ന സമയങ്ങളാണ് ഉറപ്പായിട്ടും. വിഷ്ണു മിനിഞ്ഞാന്ന് രാത്രി വെളുപ്പിനെ 2:30 എനിക്കൊരു കോള്, ഇതേപോലെ ലൈലൻഡെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ലൈലൻഡിന്റെ സർവീസിന് ഞാൻ വിചാരിച്ചു എന്താണ് പണി, കാരണം എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്നതാണ് കംപ്ലൈന്റ്. തീർന്നു, പരിപാടി തീർന്നു വെച്ചാൽ ഞാൻ അവനോട് സാറേ ബില്ല്, നീ പറ്റിട്ട് പോയാ രാവിലെ തരാം ബില്ല്. അതേ അവസ്ഥയിലാണ്. എന്താ സംഭവിക്കുന്ന അറിയില്ല. ടയർ പൊട്ടുന്നു, ഈ ഇങ്ങോട്ട് വരുന്ന വഴി 2 ടയർ വെറുതെ അങ്ങ് പൊട്ടിയത്. വെറുതെ ഒരു കാര്യമില്ല, അതിലൊക്കെ പൊട്ടാൻ തോന്നി, അതങ്ങ് പൊട്ടി. ഈ മേഖലയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഉറക്കം ഉപേക്ഷിച്ചിട്ട് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും.